ഹായ് ഓ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഇന്ന് കാണാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ് കേട്ടോ. സെറ്റ് മെറ്റീരിയൽ ബനാറസി ചുരിദാറുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് പാർട്ടി വെയർ ആയിട്ട് ഇപ്പോൾ സാരി കൊടുക്കാത്ത, സാരി അല്ലാതെ ഒരു ഓപ്ഷൻ അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും സൂട്ട് ആയിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ്. കാരണം ആ ഒരു സെയിം വീവിങ്ങിലും ആ ഒരു മെറ്റീരിയലിലും എല്ലാം വരുന്ന സെറ്റുകളാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഫസ്റ്റ് സെറ്റ് വരുന്ന ഇതാണ്. നല്ലൊരു റെഡ് കളറാണ് വരുന്നത്. റെഡ് ആണെങ്കിൽ ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ട് കണ്ണിൽ കുത്തുന്ന ആ ഒരു കളറല്ല, നല്ല ഭംഗിയായിട്ട് ഇത് അതൊരു ഒരു ടിഷ്യൂ വീവിങ് പോലെ നമുക്ക് തോന്നുന്ന ഒരു ബനാറസി വീവിംഗ് ആണ് പോകുന്നത്. ഒരു കുഞ്ഞു കുഞ്ഞു സ്ട്രൈപ്സിന്റെ ഒരു പാറ്റേണിലാണ് അത് പോകുന്നത്. ഹെവി ആയിട്ട് തന്നെ ആ ഒരു വീവിങ് കംപ്ലീറ്റ് ആയിട്ടും ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഒരു ബുട്ട വീവിങ്ങും പോകുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു ചാർക്കോൾ ജെറിയും അണ്ടിക്കോളം ജെറിയും കൂടെ കൂടുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു ജെറി വീവിംഗ് ആണ് അതിലേക്ക് പോകുന്നത്. ബോഡി കംപ്ലീറ്റും ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്. താമനീരിയിലേക്കാണ് നല്ല ഹെവി ആയിട്ട് തന്നെയുള്ള ഒരു ബനാറസിയുടെ വീവിങ് പോകുന്നത്. ഇത് കണ്ടോ, നല്ല ഹെവി വീതിയിൽ, ഇത്രയും വീതിയിൽ ഹെവി ആയിട്ടുള്ള ഒരു ബനാറസി വീവിംഗ് ആണ് പോകുന്നത്. ഇതാണ് കേട്ടോ അത് വരുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്നു. അതുപോലെ തന്നെ സൈഡ്സിലേക്കും ബോർഡേഴ്സ് വരുന്നുണ്ട്. അപ്പം നമുക്ക് കയ്യിൽ സ്ലീവിൽ വെക്കാനുള്ളതല്ല, നമുക്ക് സൈഡ്സിലേക്കും ബോർഡർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. ബാക്ക് സൈഡിലേക്ക് ഈ ബുട്ട വീവിംഗ് വരത്തില്ല. ആ ഒരു സ്ട്രൈപ്സ് പാറ്റേണിലുള്ള ആ ഒരു വീവിംഗ് ഉണ്ടല്ലോ, അത് മാത്രമേ വരുന്നുള്ളൂ. ബട്ട് പ്ലെയിൻ ആയിട്ട് വരത്തില്ല. അപ്പോൾ അതും ഒരു ഭംഗിയാണ്. ചില സെറ്റുകളൊക്കെ പ്ലെയിൻ ആയിട്ട് വരുന്ന സെറ്റുകളുണ്ട്. ബട്ട് ഇതിനകത്ത് പ്ലെയിൻ ആയിട്ടല്ല, ഈ ഒരു സെയിം വീവിംഗ് തന്നെ ബാക്കിലേക്കും വരുന്നുണ്ട്. നല്ല ഗ്രാൻഡ് ആയിട്ട്, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് തന്നെയാണ് വരുന്നത്. ടോപ്പിൽ നമുക്ക് ലെങ്ത് 50 എബവ് വരുന്നുണ്ട് കേട്ടോ. ഷോള് വരുന്നത് ഇതുപോലെയാണ്. ഷോളിനകത്തും ആ ഒരു സെയിം വീവിംഗ് തന്നെ, ആ ഒരു സ്ട്രൈപ്സിൽ വരുന്ന സെയിം വീവിംഗ് തന്നെ പോകുന്നു. പെട്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ ടിഷ്യൂ വീവിംഗ് പോലെ ഫീൽ ചെയ്യുന്ന ആ ഒരു വീവിംഗ് ആണ് കേട്ടോ പോകുന്നത്. പ്ലെയിൻ ആയിട്ടാണ് ബോഡി വരുന്നത്. അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ബോർഡർ, രണ്ട് സൈഡിലേക്കും ഈ ബോർഡർ വരുന്നു. ഇതുപോലെ ഷോളിന്റെ എഡ് ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ ഹെവി ആയിട്ടുള്ള ഒരു വീവിംഗ് ഇതിലേക്ക് പോകുന്നുണ്ട്. ഇതാണ് ഷോള് വരുന്നത്. അപ്പോൾ നമുക്ക് 1 സൈഡ് 2 സൈഡ് ഒക്കെ ഇടാൻ. 2.5 മീറ്റർ ഷോളിന് ലെങ്ത് വരുന്നുണ്ട്. 1 സൈഡ് എടുത്താണ് കൂടുതലും അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടാനായിട്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ്. 2.5 മീറ്റർ ഷോളിന് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ട് തന്നെ സെയിം കളർ ടോണിലേക്കാണ് വരുന്നത്. എങ്ങനെയാട്ടോ സെറ്റ് വരുന്നത്? സെറ്റിന്റെ പ്രൈസ് വരുന്നത് 2085 ആണ്. നമുക്കിതിന്റെ ഷെയ്ഡുകൾ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. ഏകദേശം ഒരു ലൈറ്റ് ഗ്രേപ്പ് അല്ലെങ്കിൽ ഒരു ലാവണ്ടർ ആ ഒരു കളർ ഷെയ്ഡിലേക്കൊക്കെ വരുന്നതാണ്. ബട്ട് നല്ലൊരു റെയർ ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ള ഷെയ്ഡും കൂടിയാണ് കേട്ടോ. അങ്ങനെ നോർമലി ഒരു എന്താ കോമൺ ആയിട്ട് വരാത്ത ഒരു ഷെയ്ഡ്, നല്ല ഭംഗിയാണ്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയായിട്ട് വരുന്നു. സെയിം ആ വീവിങ് തന്നെയാണ് ഇതിലേക്ക് പോകുന്നത് കേട്ടോ. താമൻ ഏരിയയിലേക്ക് വരുമ്പം ഹെവി ആയിട്ട് തന്നെ ആ ഒരു വീവിങ് പോകുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും ഇതുപോലെ ബോർഡറും കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. ബാക്ക് സൈഡ് ഇതാണ് കേട്ടോ വരുന്നത്. ആ ഒരു സ്ട്രൈപ്സ് വീവിങ് അതിലേക്ക് പോകുന്നുണ്ട്. ഷോള് വരുന്നത് ഇതുപോലെ. രണ്ട് സൈഡിലേക്കും ബോർഡർ വരുന്നുണ്ട്. ഹെവി ആയിട്ട് ഷോൾ എൻഡിലേക്ക് ഹെവി ആയിട്ടുള്ള വീവിങ്ങും പോകുന്നു. ഇതാണ് ഷോള് വരുന്നത്. ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ട് തന്നെ. ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത്. നല്ല ഗ്രാൻഡ് ആയിട്ടൊരു പാർട്ടി വെയർ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന സെറ്റുകൾ തന്നെയാണ് കേട്ടോ. അടുത്ത നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ്. ഇപ്പോൾ ഭയങ്കര ഇരുണ്ട നേവി ബ്ലൂ അല്ല, ഒരു ഇങ്ക് ബ്ലൂവിനോടൊക്കെ അടുത്ത് വരുന്ന ആ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സെയിം തന്നെ എല്ലാം വരുന്നു, കളർ ചേഞ്ച് വരുന്നുള്ളൂ. ബാക്ക് സൈഡിലേക്ക് ആ ഒരു വീവിങ് പോകുന്നുണ്ട്, സ്ട്രൈപ്സ് വീവിങ് പോകുന്നുണ്ട്. താഴേക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ദാമനീരിയിലാണ് ഹെവി ആയിട്ട് ടോപ്പിന്റെ ആ ഒരു വീവിങ് ബോർഡർ ആയിട്ട് കൊടുക്കുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ. ഷോളിന്റെ ബോഡി പ്ലെയിൻ അല്ലാട്ട് ഇതിലേക്കും ആ ഒരു വീവിങ് പോകുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ബോർഡർ ഇത് കണ്ടോ, ഒരു ടിഷ്യൂ വീവിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഷോളിന്റെയും രണ്ട് സൈഡിൽ എൻഡിലേക്കും നല്ല ഹെവി ആയിട്ട് ആ വീവിങ് പോകുന്നു. ബോട്ടം പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. അടുത്ത നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന നല്ലൊരു റെയർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. അത് പറയുവാണെങ്കിൽ നമുക്കൊരു മസ്റ്റർഡ് യെല്ലോയുടെയും ഒരു ഒലിവ് ഗ്രീൻ്റെ കളറും കൂടെ കൂടുന്ന നല്ല ഭംഗിയായിട്ട് ബ്ലെൻഡ് ആവുന്ന നല്ല രസമുള്ളൊരു കളർ ഷെയ്ഡാണ്. അതും നല്ലൊരു റെയർ ഷെയ്ഡും കൂടിയാണ് കേട്ടോ. അധികം ആർക്കും നമുക്ക് കിട്ടാത്തൊരു കളർ ഷെയ്ഡാണ്. സെയിം വീവിങ് തന്നെ വരുന്നു. ബാക്ക് സൈഡിലേക്കും ആ വീവിങ് പോകുന്നുണ്ട്. ദാമനീരിയിലേക്ക് ഹെവി ആയിട്ടുള്ള ആ ഒരു ബനാറസി ബോർഡർ വരുന്നുണ്ട്. ഷോളിൻ്റെ ആണെങ്കിലും രണ്ട് സൈഡിലേക്കും ഈ രീതിയിൽ ബോർഡറും ഷോളിൻ്റെ എൻഡിലേക്ക് ഹെവി ആയിട്ടുള്ള ബനാറസി വീവിങ്ങും പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ഷോള് വരുന്നത്. ബോട്ടം വരുന്നത് സെയിം ടോണിൽ തന്നെ ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന എല്ലാവരുടെ ഫേവറേറ്റ് ആണ്. ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ് കേട്ടോ. നല്ല എടുപ്പാണ് ബ്ലാക്ക് ഒക്കെ. ഇതാ സെയിം തന്നെയാണ് എല്ലാം. ബോഡിയിലേക്ക് ബുട്ട വീവിങ്ങും കൂടെ വരുന്നുണ്ട്. ആ ഒരു സെൽഫായിട്ടുള്ള വീവിങ്ങും കൂടാതെ ബനാറസി വീവിങ് ഇതുപോലെ ബോർഡർ ആയിട്ട് വരുന്ന ഷോളിലേക്ക് ഹെവി ആയിട്ട് തന്നെ വരുന്ന ഷോളാണ്.
ഇതാണ് ഷോൾ വരുന്നത്. ബോട്ടം വരുന്നത് ബ്ലാക്ക് കളറിൽ പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. അടുത്ത നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്കാണ് കേട്ടോ. പേസ്റ്റൽ ഗ്രീൻ എന്ന് പറഞ്ഞാലും നല്ലൊരു ഷെയ്ഡാണ്. ഇതാ ഇങ്ങനെ വരുന്നു. ബാക്ക് സൈഡിലേക്കും ആ വീവിങ് പോകുന്നുണ്ട്. ഷോള് വരുന്നത് ഇതുപോലെ. എല്ലാം സെയിം തന്നെയാണ് കേട്ടോ, കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളേ. ഇതാണ് നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്ന ഷോള്. ബോട്ടം ഇതുപോലെ. അടുത്ത നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്ന ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലേക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ഇതും വരുന്നത്. എന്നതൊക്കെ ആ ഒരു വീവിങ് പോകുന്നത് ഇതാ ഇങ്ങനെ വരുന്നു. ബാക്ക് സൈഡ് ഇതുപോലെ ദാമനയിലാണ് ഹെവി ആയിട്ടുള്ള ഒരു ബനാറസി വീവിങ് വരുന്നത്. ഷോള് വരുന്നത് ഇതിങ്ങനെ കണ്ടോ. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ബനാറസി സാരി കൊടുത്ത് അതേ ഒരു ഫീൽ തന്നെ വരും കേട്ടോ. ഇങ്ങനെ വരും ഷോള്. ബോട്ടം വരുന്നത് ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ്. നമ്മുടെ പീകോക്ക് ബ്ലൂവിൻ്റെ ഒക്കെ അടുത്ത് വരുന്ന ഒരു കളർ ഷെയ്ഡ്. നല്ല ഇട്ടാലൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ് തന്നെയാണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വീവിങ്ങും ഇതുപോലെ ബുട്ട വീവിങ്ങും വരുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീവിങ് മാത്രം വരുന്നു. ദാമനയിലേക്ക് ഹെവി ആയിട്ട് ആ ഒരു ബനാറസി വീവിങ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലേക്കും ഇതുപോലെ ബോർഡേഴ്സ് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്ലീവ് എൻഡിലേക്കും ബോർഡേഴ്സ് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഷോള് വരുന്നത് ഇതുപോലെ രണ്ട് സൈഡിലും ഹെവി ആ ഒരു നല്ല ഭംഗിയുള്ള ബോർഡർ ഹെവി ആയിട്ട് ഷോളിൻ്റെ എൻഡിലേക്കും ഇതുപോലെ ആ ഒരു ബനാറസി വീവിങ് കൊടുക്കുന്നുണ്ട്. ബോട്ടം വരുന്നത് ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെ ഇങ്ങനെ. പ്രൈസ് സെയിം തന്നെയാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ പാർട്ടി വെയർ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റംസ് റീൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. വരുന്നവർക്കൊക്കെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.